എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. ഒരു നല്ല ദിവസം യേശു നമുക്ക് തന്നു. ഈ ദിവസം മുതൽ ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ ദൈവശബ്ദത്തിൽ മുന്നോട്ട് ചുവടുവെക്കാൻ കർത്താവ് കൂടുതൽ കൃപ തരട്ടെ. നിങ്ങൾ ഒറ്റയ്ക്ക് ആകാത്ത കാലത്തോളം നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാകില്ല എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മെ മനസ്സിലാകാൻ കിട്ടുന്ന അവസരമാണ് മറ്റുള്ളവർ നമ്മെ ഒറ്റപ്പെടുത്തുന്ന ഒറ്റപ്പെടുത്തലുകൾ. അല്ലെങ്കിൽ നമ്മൾ ആ കൂട്ടത്തിൽ അവർക്ക് വേണ്ടി ജീവിക്കുന്നവരായിട്ട് പോകും. എല്ലാവർക്കും നമ്മെ ആവശ്യമാണ്. ഒന്നും കൂടി പറഞ്ഞാൽ, നമ്മെ മുതലെടുത്ത് ജീവിക്കുന്ന ഒത്തിരി പേര് സമൂഹത്തിലുണ്ടാകും. നമ്മെ കിട്ടിയാൽ അവർക്ക് ഉപകാരമാണെന്ന് അറിഞ്ഞാൽ അവർ നമ്മെ ഉപയോഗിച്ച് ജീവിക്കാൻ തുടങ്ങും. എന്നാൽ നാം ഒറ്റപ്പെടുന്ന സമയത്താണ് നാം അവർക്ക് വേണ്ടി ജീവിക്കാനുള്ളവരല്ല, നാം നമുക്കായിട്ട് തന്നെ ജീവിക്കാൻ നമുക്ക് ദൈവം ഒരു പദ്ധതി വെച്ചെന്ന് മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞു കേട്ടതുപോലെ, സ്വന്തം വീട്ടിൽ ഒരു പണിയും ചെയ്യില്ല ചില ചെറുപ്പക്കാർ. നിലത്ത് കിടക്കുന്ന ആ ന്യൂസ് പേപ്പർ ഒന്നെടുത്ത് മുകളിലോട്ട് എടുത്ത് വെക്കത്തില്ല. ഒരു കാര്യവും ചെയ്യില്ല. വീട്ടിൽ താഴെ വീണ് കിടക്കുന്ന എന്തെങ്കിലും എടുത്ത് മുകളിലോട്ട് പോലും വെക്കില്ല അവർ. എന്നാൽ കൂട്ടുകാരൻ്റെ അമ്മ എന്തു പറഞ്ഞാലും ചെയ്യുമെന്ന്. കൂട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്നവർ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢികളാണ്. ഒരു ദിവസം നിങ്ങൾക്ക് ആരുമില്ലാത്തൊരു സമയം വരും. നിങ്ങൾക്ക് കഴിവും നിങ്ങൾക്ക് മിടുക്കും നിങ്ങൾക്ക് കുറേ പ്രാപ്തിയൊക്കെ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് വലിയ കൂട്ടുകാരുള്ളത്. എന്നാൽ അല്ലാത്ത കൂട്ടുകാരുമുണ്ട്. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായി തീരുന്നു. അങ്ങനെയുള്ളവരുമുണ്ട്. യേശു കർത്താവിൻ്റെ അതേ ഹൃദയമുള്ളവർ, നമ്മിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ നമ്മെ ചെലവ് ചെയ്ത് ശുശ്രൂഷിക്കുന്നവരുമുണ്ട്. അങ്ങനെയുള്ള സ്നേഹിതർ എനിക്കുണ്ട്. അതൊരു വലിയ പദവിയാണ്. അവരിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കുവാനും എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു. ഒന്നും നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കാതെ നമുക്ക് വേണ്ടി ചെലവിടുന്ന അങ്ങനെയുള്ളവരുമുണ്ട്. അതാണ് ക്രിസ്തുവേശുവിൻ്റെ അതേ ഭാവം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വ്യക്തിയായിട്ട് നിങ്ങൾ തീരണമെന്ന് യേശു കർത്താവ് ആഗ്രഹിക്കുന്നു. എന്നാൽ ഇന്ന് കാണുന്ന വലിയ ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും ഇല്ലേ, അതെല്ലാം ഒരു സമയം കഴിയുമ്പോൾ തീരും. ഞാൻ പഠിച്ചു കിടന്ന കാലത്ത് ഞാൻ വിചാരിച്ചു അവസാനം വരെ ഈ പിള്ളേര് കൂട്ടുകാർ ചങ്കായിട്ട് നടക്കുമെന്ന്. ചുമ്മാതാ. അവരവർക്ക് അവരവരുടെ കാര്യം വരുമ്പോൾ എല്ലാവരും അവരവരെ വിട്ടേച്ചു പോകും. ചിലർ കുറച്ചുകൂടി നാളുകൾ നിൽക്കുമെന്ന് മാത്രം. എന്നാൽ എല്ലാവരും വിളിയും തിരഞ്ഞെടുപ്പും വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് അവർ മോശക്കാരായതുകൊണ്ടല്ല, അവർക്ക് അവരുടേതായ ഒരു ഡെസ്റ്റിനിയുണ്ട്. അവരെക്കുറിച്ച് ദൈവത്തിന് ഒരു പൂർത്തീകരണമുണ്ട്. അതുകൊണ്ടാണ്. അത് വിശ്വാസികളാണെങ്കിലും അവിശ്വാസികളാണെങ്കിലും എല്ലാവരുടെ ജീവിതത്തിൽ ഒരു പൂർത്തീകരണമുണ്ട്. അവർ വിശ്വാസത്തിലേക്ക് വന്നാൽ അതിശ്രേഷ്ഠമായ ഒരു പൂർത്തീകരണവും, അല്ലെങ്കിൽ ഒരു നോർമൽ മനുഷ്യൻ്റെ പൂർത്തീകരണവും അവരുടെ ജീവിതത്തിലുണ്ട്. സമൂഹത്തിൽ എന്തെങ്കിലുമായി അവർ തീരും. ദൈവരാജ്യത്തിൽ ഒന്നുമല്ലായിരിക്കാം, എന്നാൽ സമൂഹത്തിൽ അവരെന്തെങ്കിലുമായി അവർ സംതൃപ്തിയോടെ അവസാനിക്കും. അപ്പോൾ നാം ഒറ്റപ്പെടുമ്പോഴാണ് നമുക്ക് നമ്മെ മനസ്സിലാകുന്നു. നമ്മെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ ചില ഒറ്റപ്പെടലുകൾ, വലിയ കടക്കണി വരുമ്പോൾ, മാരക രോഗങ്ങൾ വരുമ്പോൾ ഒത്തിരി കൂട്ടുകാരൊന്നും ഉണ്ടാകില്ല. നമുക്ക് വരുന്ന പ്രതിസന്ധികളാണ് നമ്മളെ പലപ്പോഴും ഒറ്റപ്പെടുത്തുന്നത്. അത് ദൈവം അറിയാതെയല്ല, ദൈവം അറിഞ്ഞിട്ട് തന്നെയാണ്. ദൈവം നല്ലവൻ. നമുക്ക് നമ്മെ മനസ്സിലാകാൻ, നമുക്കൊരു പുതിയ ടേണിംഗ് പോയിന്റ് ഉണ്ടാകാൻ ദൈവം ഒരുക്കുന്ന അവസരങ്ങളാണ് അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില സംഭവങ്ങൾ, വേദനകൾ. അവിടെയാണ് ഒറിജിനൽ ബന്ധങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ അവസരം കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ നല്ല കാലത്ത് നിങ്ങളുടെ പുരക്കകത്ത് മുഴുവനും ആൾക്കാരാണ്. ചിലർ പറയും എന്നും ഞങ്ങളുടെ വീട്ടിൽ ഗസ്റ്റാണ്. അതൊരു വലിയ കാര്യമൊന്നുമല്ല. നിങ്ങൾ വെച്ചു വിളമ്പാനും മറ്റുള്ളവരെ സൽക്കരിക്കാനും നിന്നാൽ
നാട് മുഴുവനും നിങ്ങളുടെ പെരക്കകത്തുണ്ടാകും. ആരെ സൽക്കരിക്കണം, ആരെ മാറ്റി നിർത്തണം എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ച അബ്രഹാമും സാറായും ഒക്കെയുണ്ട്. അവർ ദൈവത്തെ പോലും സൽക്കരിച്ചവരാണ്. ആരെ സൽക്കരിക്കണം, ആരെ സൽക്കരിക്കരുത്, ഇതെല്ലാം നാം പഠിച്ചിരിക്കണം. കർത്താവ് അതിനുള്ള കൃപ നമുക്ക് ഓരോരുത്തർക്കും തരട്ടെ. ഞാൻ നിങ്ങളെ അതിനായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് റോമാലേഖനത്തിൽ നമ്മൾ ഇന്നലെ വായിച്ച വാക്യം, റോമാലേഖനം 4-ാമത്തെ അധ്യായം, അതിൻ്റെ 1 മുതൽ നമ്മൾ വായിച്ചല്ലോ. അതെങ്ങനെയാണ്? എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്തു പ്രാപിച്ചു എന്ന് പറയേണ്ടു? അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതി എന്ത്? ദൈവസന്നിധിയിൽ ഇല്ലാതാനും. ഇത് പറഞ്ഞിട്ട് 3-ാം വാക്യം, തിരുവെഴുത്ത് എന്തു പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അപ്പോൾ തന്നെ യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നു, അബ്രഹാമിന്റെ വിശ്വാസം പ്രവൃത്തിയാലാണ് നീതീകരിക്കപ്പെട്ടത്. അപ്പോൾ വിശ്വാസത്തിനൊരു പ്രവൃത്തിയുണ്ട്. എന്നാൽ ഒരു പ്രവൃത്തി ഉണ്ടായതുകൊണ്ട് വിശ്വാസം ഉണ്ടാകണമെന്ന് ഇല്ല. രണ്ടാണ്. ഒരു പ്രവൃത്തി ഉണ്ടായതുകൊണ്ട് അത് വിശ്വാസമാകണമെന്നില്ല. എന്നാൽ വിശ്വാസത്തിന് ഒരു പ്രവൃത്തിയുണ്ട്. അത് ദൈവവചനം ആണ് തീരുമാനിക്കുന്നത്. വിശ്വാസത്തിന്റെ പ്രവൃത്തിയെ തീരുമാനിക്കുന്നത് ദൈവവചനമാണ്. വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ശിഷ്യരാക്കുക. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുക. അപ്പോൾ വിശ്വസിക്കുന്നവർക്ക് സ്നാനമുണ്ട്. അത് ജലസ്നാനം, അത് മുഴുകൽ സ്നാനം. പ്രവൃത്തിയോടുകൂടി നിങ്ങളുടെ വിശ്വാസം മറ്റുള്ളവരുടെ മുൻപിൽ തുറന്നു കാണിക്കാൻ നിങ്ങൾക്ക് കഴിയും. വിശ്വാസത്തോടുകൂടി പ്രവൃത്തിയുമുണ്ട്. എന്നാൽ വിശ്വാസം പ്രവൃത്തിയില്ലെങ്കിൽ അത് ചത്തതാണ്. അബ്രഹാമിന്റെ വിശ്വാസം അബ്രഹാം കാണിച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചു. ദൈവത്തെ ആരാധിക്കാൻ യാഗപീഠം പണിതു. അന്യദേശത്ത് പരദേശിയായി പാർത്തു. പ്രായം കഴിഞ്ഞിട്ടും കാത്തിരുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ അബ്രഹാമിൻ്റെ ചരിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ അധ്യായം വായിക്കുമ്പോൾ മുഴുവനും നമുക്ക് അബ്രഹാമിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇന്നലെ നമ്മൾ ഒരു കാര്യം ചിന്തിച്ചു. അബ്രഹാം ദൈവശബ്ദം കേട്ടു. അബ്രഹാമിന് മുമ്പുണ്ടായിരുന്ന തേരഹ്, തൻ്റെ പിതാവ്, ദൈവശബ്ദം കേട്ടതാണ്. അദ്ദേഹം പുറപ്പെട്ടതാണ്. എന്നാൽ ഒരു സ്ഥലത്ത് താൻ ഹാരാനിൽ ഒതുങ്ങിപ്പോയി, മുന്നോട്ട് പോയില്ല. എന്നാൽ അബ്രഹാമിന്റെ ജീവിതം മുഴുവനും യാത്രകളായിരുന്നു. കാരണം മുന്നോട്ട് പോകും തോറും ദൈവശബ്ദം കേൾക്കും. തേരഹ് ഒരു പ്രാവശ്യം കേട്ടു കാണും, പിന്നെ മുന്നോട്ട് ചുവട് വെച്ചില്ല. അതുകൊണ്ട് ദൈവശബ്ദം കേട്ടില്ല. ഇന്നലെ നമ്മൾ ദൈവശബ്ദത്തെക്കുറിച്ച് പറഞ്ഞു. ഇന്നും അതിലെ ചില ഭാഗങ്ങൾ നിങ്ങളെ ഓർപ്പിക്കേണ്ടതാണ്. ശമൂവേൽ, അവൻ എപ്പോഴും ദൈവശബ്ദം കേൾക്കുന്ന ഒരു പ്രവാചകനാണ്. എന്നാൽ ശമൂവേൽ എങ്ങനെയായിരുന്നു ദൈവശബ്ദം കേട്ടിരുന്നത്? അവൻ പെട്ടകത്തിനരികിൽ കിടക്കുമ്പോൾ ആ ദൈവ സാന്നിധ്യത്തിൽ ദൈവശബ്ദം കേട്ടു. പിന്നീട് അവൻ ദൈവശബ്ദം കേൾക്കുന്നത് അവന്റെ ചരിത്രത്തിൽ നിന്നറിയാം. ദാവീദിനെ അഭിഷേകം ചെയ്യാൻ തൈലക്കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടാൻ പറയുമ്പോൾ, നീ ഇശായിയുടെ വീട്ടിൽ ചെല്ലുക, ഞാൻ അവിടെ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു. ദൈവം മുഴുവനും അവിടെ സംസാരിക്കുന്നില്ല. ദാൻ മുതൽ ബേർശേബ വരെ ദൈവത്തിൻ്റെ വിശ്വസ്ത പ്രവാചകനൊക്കെയാണ്. 1 ശമൂവേൽ 3 നമുക്കത് കാണാം. അവൻ്റെ വാക്കുകളൊന്നും പാഴായില്ല. അവൻ ദൈവശബ്ദത്തിൽ മുന്നോട്ട് ചുവട് വെച്ചു. വിജയിച്ച മനുഷ്യനാണ്. അപ്പോൾ ദൈവം എങ്ങനെയാണ് സംസാരിക്കുന്നത്?
ദൈവം ഒരു കാര്യം പറഞ്ഞ് ആ പറഞ്ഞ സ്ഥലം വരെ ചെല്ലുമ്പോൾ അടുത്ത കാര്യം പറയും. ദൈവം ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്ത് തീരുമ്പോൾ അടുത്ത കാര്യം നടക്കും. നമ്മുടെ ജീവിതത്തിൽ അടുത്ത ദൈവശബ്ദം കേൾക്കാത്തതിൻ്റെ കാരണം ദൈവം ഇപ്പോൾ പറഞ്ഞ കാര്യത്തിൽ നമ്മൾ ഒരു കാര്യവും ചെയ്തില്ല. എന്നിട്ട് പറയാണ്, ദൈവം ഞങ്ങളോട് സംസാരിക്കുന്നില്ല. ദൈവം നിന്നോട് പറഞ്ഞ നമ്പർ 1 കാര്യം, നമ്പർ 2, 3, 4 അത് ഓരോന്നോരോന്ന് ചെയ്യുമ്പോൾ 5, 6, 7, 8 ഇങ്ങനെ ആയിരക്കണക്കിന് കാര്യങ്ങൾ ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കും. ദൈവം ഇതുവരെ പറഞ്ഞ കാര്യം അനുസരിക്കാത്തത് കൊണ്ട് ദൈവത്തിന് ഇനി സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയും പറയും തോറും അനുസരണക്കേടേ ഉണ്ടാകൂ. കൂടുതൽ ശിക്ഷാവിധി വരുന്നത് എന്തിനാണ്? അതുകൊണ്ടാണ് അധികം ലഭിച്ചവനോട് അധികം ചോദിക്കും. അധികം ഉത്തരവാദിത്തം ലഭിച്ചവന്, അധികം ദൈവശബ്ദം കേട്ടവനോട് ദൈവം അധികം ചോദിക്കും. ഞാൻ പറഞ്ഞിട്ട് നീ അനുസരിച്ചു. അബ്രഹാമിനോട് പറഞ്ഞു, അവൻ അനുസരിച്ചു. ശമൂവേലിനോട് പറഞ്ഞു, അവൻ അനുസരിച്ചു. അപ്പൊ ദൈവശബ്ദം, അബ്രഹാമിൻ്റെ വിശ്വാസത്തിൽ അവൻ ദൈവശബ്ദം കേട്ട് മുന്നോട്ട് പോയി. മാത്രമല്ല അവനെ ദൈവം വിശ്വാസത്തിൽ ഓരോ ദിവസവും ശക്തനാക്കി. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ വരുമ്പോഴേക്കും നല്ല പ്രായമായി അബ്രഹാമിന് 113ഓളം വയസ്സായി. ചെവി കേൾക്കാം, കാഴ്ചയുണ്ട്, ആള് മിടുക്കനാണ്, ചെറുപ്പം പോലെ ഇരിക്കുന്നു. അതെല്ലാം അവൻ പ്രാപിച്ചെടുത്തതാണ്. വിശ്വാസത്താൽ പ്രാപിച്ചെടുത്താണ്. 113 വയസ്സിൽ മല കയറുകയാണ്. 13 വയസ്സ് കഴിയുമ്പോൾ മലകയറ്റം നിർത്തുന്ന ആൾക്കാരായി ഇപ്പോൾ നമ്മൾ വരികയാണ്. 113 വയസ്സിൽ നിന്റെ ആ മകനെ, ഞാൻ തന്ന മോനെ യാഗമാക്കുക, ഇല്ലാതെയാക്കുക, എനിക്ക് സമർപ്പിക്കുക. അബ്രഹാമിന് അറിയാം, ദൈവമാണത് പറഞ്ഞതെങ്കിൽ ഞാനത് അനുസരിക്കും. ചാരത്തിൽ നിന്ന് എനിക്ക് മകനെ തിരിച്ചു തരാൻ ദൈവത്തിന് കഴിയും. എൻ്റെ 100-ാം വയസ്സിൽ ഒരു കുഞ്ഞിനെ തരാമെങ്കിൽ ആ കുഞ്ഞിനെ ചാരത്തിൽ നിന്ന് യാഗം കഴിച്ചാലും തരാൻ ദൈവത്തിന് കഴിയും. അങ്ങനെ അബ്രഹാം ദൈവം പറഞ്ഞത് അനുസരിച്ചപ്പോൾ അടുത്ത ദൈവശബ്ദം കേട്ടു. 17-18 ഉൽപ്പത്തി പുസ്തകം 22 നിന്റെ ഏകജാതനായ പുത്രനെ പോലും തരാൻ മടിക്കായികയുണ്ട്. നീ എന്നെ അനുസരിച്ചത് കൊണ്ട്, നീ എന്നെ പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. നിന്റെ സന്തതി ഞാൻ ഐശ്വര്യമായി അനുഗ്രഹിക്കും. അനുഗ്രഹവുമുണ്ട്, ഐശ്വര്യമായ അനുഗ്രഹവുമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നതല്ല ഐശ്വര്യമായ അനുഗ്രഹമൊന്നും. എല്ലാം ദൈവത്താൽ ഉണ്ടാകുന്നു. എല്ലാ അനുഗ്രഹത്തിൻ്റെ ഉറവിടം കർത്താവാണ്. അധ്വാനത്താൽ ഒരനുഗ്രഹവും കൂടുന്നില്ല. ദൈവത്തെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഐശ്വര്യം വർദ്ധിക്കും, നമ്മുടെ കുടുംബം അനുഗ്രഹമാകും, നമ്മുടെ ആരോഗ്യം വർദ്ധിക്കും, നമ്മുടെ കുടുംബ സമാധാനം വർദ്ധിക്കും, നമ്മുടെ നന്മകൾ വർദ്ധിക്കും. കർത്താവ് അതിനുള്ള കൃപ നിങ്ങൾക്ക് തരട്ടെ. നമുക്കിന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഈ മക്കളെ അനുഗ്രഹിക്കും. ഇന്ന് കേട്ട വചനം ദൈവകൃപ കൊണ്ട് ഇവരെ അടുത്ത ലെവലിലേക്ക് വളർത്തുവാൻ കാരണമായി തീരട്ടെ. പരിശുദ്ധാത്മാവിനിൽ ചലിക്കണമേ. ഇവരുടെ കുഞ്ഞുങ്ങളുടെ മേൽ ചലിക്കണമേ. ഇവരുടെ ഭവനങ്ങൾ അഭിവൃദ്ധിയുള്ളതാകട്ടെ. പോകുന്നിടത്തെല്ലാം ഇവർ ജയാളികളാകട്ടെ. വലിയ കൃപാവരങ്ങളുള്ളവരാകട്ടെ. വിശ്വാസ വീരരാകട്ടെ. ദൈവശബ്ദം കേൾക്കുകയും അതങ്ങനെ തന്നെ അനുസരിക്കുകയും ചെയ്യാനുള്ള പ്രാപ്തി എല്ലാവരുടെ മേലും വരട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. ഈ പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ തരട്ടെ. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.
என் கை மீறி போனதெல்லாம் உன் கரத்தா சாத்தியமே. என் கை மீறி போனதெல்லாம் உன் கரத்தா சாத்தியமே. என் கரம் தவறியே இழந்ததெல்லாம் உன் கரம் தவறாமல் மீட்டிடுமே. என் கரம் தவறியே இழந்ததெல்லாம் உன் கரம் தவறாமல் மீட்டிடுமே. எல்லா புகழும் எல்லா கனவும் என்னில் அசாத்தியம் செய்பவர்க்கே. எல்லா துதியும் எல்லா உயர்வும் என்னில் நிலை வரவானவர்க்கே. ஓ எல்லா புகழும் எல்லா கனவும் என்னில் அசாத்தியம் செய்பவர்க்கே. எல்லா துதியும் எல்லா உயர்வும் என்னில் நிலை வரவானவர்க்கே. எனக்காய் நிற்கும் இயேசுவுக்கு, எனக்காய் பேசும் இயேசுவுக்கு, எனக்காய் நிற்கும் இயேசுவுக்கு, எனக்காய் பேசும் அசையாத